നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള കോൺഗ്രസിന്റെ ചുണക്കുട്ടികൾ പുലിക്കുട്ടികൾ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാം ഘട്ടമായിട്ട് 37 സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് ഇന്നലെ പ്രഖ്യാപിച്ചത്. നേരത്തെ ഒന്നാം ഘട്ടത്തിൽ 55 സ്ഥാനാർത്ഥികളുടെ പട്ടിക പുറത്തുവിട്ടിരുന്നു. 2 ഘട്ടങ്ങളിലായിട്ട് 92 സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് പുറത്തു വന്നിരിക്കുന്നത്. ആകെ കോൺഗ്രസ് ഇത്തവണ 95 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. അങ്ങനെ കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. കോൺഗ്രസിന്റെ യുവ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരടങ്ങിയ ഒരു പോരാട്ട ചിത്രം ഇപ്പോൾ വ്യക്തമായി കഴിഞ്ഞിരിക്കുകയാണ്. തിരുവനന്തപുരം മുതലുള്ള ജില്ലകൾ നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരത്ത് ശേഷിച്ച മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പരിശോധിച്ചു കഴിഞ്ഞാൽ നെയ്യാറ്റിൻകരയിൽ അവിടുത്തെ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള N ശക്തനാണ് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ വാമനപുരത്തേക്ക് വന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സുധീർ ഷാ പാലോട്, അദ്ദേഹം ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. ഒപ്പം തന്നെ നേമത്ത് KS ശബരിനാഥൻ എന്ന മുൻ MLA-യും നിലവിലെ കോർപ്പറേഷൻ കൗൺസിലറുമായിട്ടുള്ള കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള ഒരു നേതാവാണ് മത്സരത്തിനിറങ്ങുന്നത്. പാറശാലയിൽ KPCC-യുടെ സംഘടനാ ചുമതലയുടെ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള നെയ്യാറ്റിൻകര സനല്, കഴക്കൂട്ടത്ത് മുൻ MLA കൂടിയായിട്ടുള്ള ശരത് ചന്ദ്ര പ്രസാദ്, വർക്കലയിൽ മുൻ MLA അവിടുത്തെ വർക്കല കഹാർ, അത്തരത്തിലുള്ള പ്രമുഖ നേതാക്കന്മാരെല്ലാം തന്നെ മത്സരിക്കുകയാണ്. അരുവിക്കരയിൽ മുൻ മന്ത്രിയും തിരുവനന്തപുരം സെൻട്രലിൽ നിന്നുള്ള MLA-യുമായിരുന്ന VS ശിവകുമാറാണ് അരുവിക്കരയിൽ ഇത്തവണ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലത്ത് ശേഷിച്ചത് ചടയമംഗലത്തു നിന്നുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ്. ചടയമംഗലത്ത് മുൻപ് കഴിഞ്ഞ തവണ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് നിന്ന MM നസീർ അവിടെ മത്സരിക്കുകയാണ്. പത്തനംതിട്ടയിലേക്ക് വരുമ്പോൾ പത്തനംതിട്ടയിലെ റാന്നിയിൽ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പഴകുളം മധുവാണ് സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ കോന്നിയിൽ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള സതീഷ് കൊച്ചുപറമ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തെത്തുന്നു. ഒപ്പം തന്നെ അടൂര് പോലെ ഒരു സംവരണ മണ്ഡലത്തിൽ അവിടെ അഡ്വക്കേറ്റ് ശാന്തകുമാറാണ് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തെത്തുന്നത്. ആറന്മുളയിൽ ആരോഗ്യമന്ത്രി വീണ ജോർജിനെ തറപറ്റിക്കാനായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ സെക്രട്ടറി കൂടിയായിട്ടുള്ള അബിൻ വർക്കിയും രംഗത്തെത്തുന്നുണ്ട്. ആലപ്പുഴയിലേക്ക് വരുമ്പോൾ ചെങ്ങന്നൂരിലെ B കുര്യാക്കോസ്, ഒപ്പം തന്നെ കായംകുളത്ത് KPCC-യുടെ ഉപാധ്യക്ഷന്മാരിൽ ഒരാളായിട്ടുള്ള M ലിജുവും രംഗത്തിറങ്ങുന്നു. ആലപ്പുഴ മണ്ഡലത്തിൽ KSU-വിൻ്റെ ജില്ലാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള AD തോമസ് ആണ് അവിടെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നത്. ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ പൂഞ്ഞാറിൽ MJ സെബാസ്റ്റ്യനും, ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളിയിൽ റോണി K ബേബി, കൂടാതെ ഏറ്റുമാനൂരിൽ DCC അധ്യക്ഷൻ കൂടിയായിട്ടുള്ള നാട്ടകം സുരേഷും ഇത്തവണ മത്സരത്തിന് ഇറങ്ങുകയാണ്. ഇടുക്കി മണ്ഡലത്തിൽ മുൻപ് അവിടുത്തെ ഇടുക്കിയിലെ DCC അധ്യക്ഷൻ കൂടിയായിട്ടിരുന്ന റോയ് K പൗലോസ് ആണ് സ്ഥാനാർത്ഥി. ഒപ്പം തന്നെ പീരുമേടിൽ കഴിഞ്ഞ തവണ അവിടെ മത്സരിച്ച് മികച്ച ഒരു പ്രകടനം നടത്തിയ സിറിയക് തോമസ് അവിടെ വീണ്ടും സ്ഥാനാർത്ഥിയാകുന്നു. ഒപ്പം തന്നെ ദേവികുളത്ത് F രാജയും ഉടുമ്പൻചോലയിൽ സേനാപതി വേണുവും സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറങ്ങുകയാണ്. 2016-ൽ ഉടുമ്പൻചോലയിൽ MM മണിയെ വിറപ്പിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് സേനാപതി വേണു. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി അവിടെ അവസരം നൽകുകയാണ്. എറണാകുളത്തേക്ക് വരുമ്പോൾ എറണാകുളത്ത് ശേഷിച്ച മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ നോക്കുകയാണെങ്കിൽ കൊച്ചിയിൽ DCC അധ്യക്ഷൻ കൂടിയിട്ടുള്ള മുഹമ്മദ് ഷിയാസ് രംഗത്തിറങ്ങുന്നു. തൃപ്പൂണിത്തുറയിൽ നിലവിലെ കോർപ്പറേഷന്റെ ഡെപ്യൂട്ടി മേയർ കൂടിയായിട്ടുള്ള ദീപക് ജോയി സ്ഥാനാർത്ഥിയാകുന്നു. വൈപ്പിനിൽ മുൻ മേയറായിട്ടുള്ള ടോണി ചമ്മണിയാണ് സ്ഥാനാർത്ഥി. പെരുമ്പാവൂരിലേക്ക് വരുമ്പോൾ അവിടെ നിലവിലെ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിയെ മാറ്റി നിർത്തിക്കൊണ്ട് മനോജ് മൂത്തേടം എന്ന് പറയുന്ന ഒരു പുതുമുഖത്തെ അവിടെ രംഗത്തിറക്കുകയാണ്. തൃശ്ശൂരേക്ക് വരുമ്പോൾ കുന്നംകുളത്ത് PT അജയ് മോഹൻ എന്ന് പറയുന്ന KPCC ജനറൽ സെക്രട്ടറിയും, ഒപ്പം തന്നെ വടക്കാഞ്ചേരിയിൽ വൈശാഖനുമാണ് രംഗത്തിറങ്ങുന്നത്. പാലക്കാട്ടേക്ക് വന്നാൽ പാലക്കാട് ഷൊർണൂരിൽ P ഹരിഗോവിന്ദനും, ഒപ്പം തന്നെ പട്ടാമ്പിയിൽ TP ഷാജിയുമാണ് രംഗത്തിറങ്ങുന്നത്. പിന്നീട് കണ്ണൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ണൂർ മണ്ഡലത്തിൽ TO മോഹൻ എന്ന് പറയുന്ന അവിടുത്തെ മുൻ മേയറാണ് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്തിറങ്ങുന്നത്. കണ്ണൂർ കോൺഗ്രസിന്റെ ഒരു ഉറച്ച കോട്ടയാണ്. അവിടെ തിരികെ പിടിക്കാനായിട്ട് TO മോഹനെ രംഗത്തിറക്കുന്നു. ഒപ്പം തന്നെ മട്ടന്നൂരിൽ ചന്ദ്രൻ തില്ലങ്കേരിയും, കൂടാതെ കല്യാശ്ശേരിയിൽ രാജീവനും അവിടെ രംഗത്തിറങ്ങുന്നു. കാസർഗോഡ് ജില്ലയിലെ 2 മണ്ഡലങ്ങളിലാണ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കാനുണ്ടായിരുന്നത്. അവിടെ തൃക്കരിപ്പൂരിൽ KPCC ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളും കോൺഗ്രസിന്റെ നിലവിലെ ചാനൽ ചർച്ചകളിലേക്ക് മുഖവുമായിട്ടുള്ള യുവ നേതാവ് സന്ദീപ് വാര്യരാണ് രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഒപ്പം തന്നെ തൃക്കരിപ്പൂരിൽ K നീലകണ്ഠനും കോൺഗ്രസിനായിട്ട് രംഗത്ത് ഇറങ്ങുകയാണ്. അങ്ങനെ കോൺഗ്രസിന്റെ 92 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഇതോടെ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം തന്നെ റോഡ് ഷോകളും ഒക്കെയായിട്ട് തങ്ങളുടെ പ്രചരണം അതാത് മണ്ഡലങ്ങളിൽ ഊർജിതമാക്കി തുടക്കം കുറിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. ശേഷിക്കുന്ന 3 മണ്ഡലങ്ങളിൽ കോൺഗ്രസ് അതാത് മണ്ഡലങ്ങളിലെ സാഹചര്യം അനുസരിച്ച് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് ഒന്ന് ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയാണ്. അവിടെ മുൻ CPM-ന്റെ സമുന്നത നേതാവും സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ പൊതുമരാമത്ത് മന്ത്രിയുമായിരുന്ന G സുധാകരൻ പാർട്ടിയോട്
തെറ്റിപ്പിരിഞ്ഞ് വന്ന് പാർട്ടിയിൽ നിന്നും പുറത്തു വന്നുകൊണ്ട് അദ്ദേഹം അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. അവിടെ ജി സുധാകരന് പിന്തുണ കൊടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം, UDFന്റെ തീരുമാനം. ഒപ്പം തന്നെ പാലക്കാട് വന്നു കഴിഞ്ഞാൽ പാലക്കാട് ഒറ്റപ്പാലത്തും CPMന്റെ മുൻ MLA കൂടിയായിട്ടുള്ള PK ശശി അവിടെ സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. ശശിക്ക് അവിടെ കോൺഗ്രസ് പിന്തുണ നൽകുന്നു. കൂടാതെ കണ്ണൂരേക്ക് വന്നു കഴിഞ്ഞാൽ CPMന്റെ അല്ലെങ്കിൽ LDFന്റെ ഒക്കെ തന്നെ ഉറച്ച കോട്ടകളിലൊന്നായിട്ടുള്ള തളിപ്പറമ്പിൽ CPMന്റെ മുൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള TK ഗോവിന്ദൻ അദ്ദേഹം പാർട്ടിയോട് പിണങ്ങി പിരിഞ്ഞുകൊണ്ട് പുറത്തു വന്ന് സ്വതന്ത്രനായിട്ട് മത്സരിക്കുകയാണ്. അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. തളിപ്പറമ്പിൽ നിലവിൽ അത് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദന്റെ സിറ്റിംഗ് സീറ്റാണ്. ഇത്തവണ അവിടെ മത്സരിക്കുന്നത് MB ഗോവിന്ദന്റെ ഭാര്യ കൂടിയായിട്ടുള്ള ആന്തൂരിലെ മുൻ ചെയർപേഴ്സണായിട്ടുള്ള PK ശ്യാമളയാണ്. ആ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് TK ഗോവിന്ദൻ പാർട്ടിയോട് ഇടഞ്ഞ് പുറത്തു വന്നുകൊണ്ട് അദ്ദേഹം സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്നത്. അദ്ദേഹത്തിന് അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം മുതലാക്കാൻ വേണ്ടിയിട്ട് പിന്തുണയ്ക്കുക എന്നതാണ് കോൺഗ്രസിന്റെ UDFന്റെ നയം. അത്തരത്തിൽ 95 സീറ്റുകളിലാണ് ഇത്തവണ കോൺഗ്രസ് മത്സരിക്കുന്നത്. 95 സീറ്റുകളിലും കോൺഗ്രസ് മത്സരിക്കുന്ന 92 ഇടങ്ങളിലും സ്ഥാനാർത്ഥികളായി കഴിഞ്ഞിട്ടുണ്ട്. എല്ലാ വിധത്തിലുള്ള എല്ലാ മേഖലകളിലുമുള്ളവർക്ക് പ്രാതിനിധ്യം നൽകിക്കൊണ്ട് യുവാക്കളുണ്ട്, പുതുമുഖങ്ങളുണ്ട്, വനിതകളുണ്ട്, അനുഭവ സമ്പത്തുള്ള നേതാക്കളുണ്ട്. എല്ലാ മേഖലകളിലും കഴിവും പരിചയവുമുള്ള വിജയസാധ്യതയുള്ള ഒരു കൂട്ടം സ്ഥാനാർത്ഥികളെ രംഗത്തിറക്കിക്കൊണ്ടാണ് കോൺഗ്രസ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ യുദ്ധകളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്.